നമസ്കാരം. ഇന്നലത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ സിബിനെ ഡയറക്റ്റ് ടാർഗറ്റ് ചെയ്തുകൊണ്ട്, അതായത് ഇന്നലത്തെ എപ്പിസോഡ് ഉടനീളം സിബിനെ മാത്രമാണ് ടാർഗറ്റ് ചെയ്തത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൂന്നോ നാലോ വിഷയങ്ങളുണ്ട്. ഈ 4 വിഷയങ്ങളിൽ മൊത്തം സിബിനെ മാത്രം ടാർഗറ്റ് ചെയ്തു. നമ്മുടെ മുല്ലപ്പൂവിനെ വെളുപ്പിക്കുവാനും നോക്കി. അതുകൊണ്ട് തന്നെ ഇതിനെ ടാർഗറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള കുറെ ഉദാഹരണങ്ങളും കുറെ ന്യായങ്ങളൊക്കെ നിരത്തി. ഒരു ലോജിക്കും ഇല്ലാത്ത കുറെ ന്യായങ്ങൾ നിരത്തുന്നുണ്ട്. മുൻകാലങ്ങളിൽ അല്ലെങ്കിൽ മുന്നത്തെ എപ്പിസോഡുകളിൽ ലാലേട്ടൻ പറഞ്ഞതിന് വിരുദ്ധമായിട്ടാണ് ലാലേട്ടൻ ഇന്നലത്തെ എപ്പിസോഡിൽ പറഞ്ഞത്. നമ്മുടെ ഷോ ഉടനീളം കണ്ടാൽ നമുക്കത് മനസ്സിലാവും. അതിനോടൊപ്പം ഇന്നലത്തെ എപ്പിസോഡിൽ ഈ മുല്ലപ്പൂവിന് കുറെ എന്ത് ചെയ്യുന്നുണ്ട്, മുല്ലപ്പൂവിനെ കുറെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കുറെ പൊക്കി പിടിക്കുന്നു. അതിനോടൊപ്പം നമ്മുടെ നോറയ്ക്ക് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ മാത്രമല്ല, വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ നമ്മുടെ ഡെയിലി എപ്പിസോഡിലായിക്കോട്ടെ എല്ലാ എപ്പിസോഡും നോറയ്ക്ക് ഇവർ ഒരു സ്പേസ് കൊടുക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നീ നോറയുടെ വേണ്ടപ്പെട്ടവരാരെങ്കിലും അവിടെ ഉണ്ടോ എന്ന് വളരെ വലിയ സംശയമുണ്ട്. കാരണം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായി, എപ്പോഴും ഈ നോറ ഈ ക്യാമറയെ നോക്കി വന്ന് പറയുന്ന സംഭവം, നോറ പറയുന്നത് മാത്രമേ അവിടെ കാണിക്കാറ്. അത് മെയിൻ എപ്പിസോഡിൽ കാണിക്കുകയും ചെയ്യും. നോറയുടെ എന്തെങ്കിലും ഒരു ചെറിയ കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കാണിക്കുകയും ചെയ്യും. നോറയ്ക്ക് കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു സ്പേസ് വളരെ കൃത്യമായിട്ട് ഏഷ്യാനെറ്റിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുണ്ട്. ഇന്നലത്തെ ആ കൂടി ഉണ്ടാക്കുന്ന ആ 1 മണിക്കൂർ എപ്പിസോഡ് നല്ല രീതിയിലുള്ള ഒരു സ്പേസ് ആർക്ക് കൊടുക്കുന്നുണ്ട്? നോറയ്ക്ക് കൊടുക്കുന്നുണ്ട്. നോറയെ വിളിക്കുന്നുണ്ട്, നോറയെ എന്ത് ചെയ്യുന്നുണ്ട്, പൊക്കി വിടുന്നുണ്ട്, നോറയ്ക്ക് സംസാരിക്കാനുള്ള ഇട കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറെ അവളുടെ സ്കിറ്റിനെ കുറിച്ചും ഒക്കെ കുറെ പറയുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വളരെ കൃത്യമായിട്ട് നോറയ്ക്ക് കൊടുക്കുന്നുണ്ട്, സ്പേസ് കൊടുക്കുന്നു. അതായത് മെയിനായിട്ട് പറയുന്നത് ഇവൾ ഈ ക്യാമറയിൽ നോക്കി വണ്ടിയിൽ നിന്ന് പറയുന്ന ഓരോ കാര്യങ്ങൾ, ഒരു ലോജിക്കില്ലാത്ത കുറെ കാര്യങ്ങൾ പറയുമല്ലോ. ഇത് എല്ലാ എപ്പിസോഡിലും അവർ കാണിക്കാറുണ്ട്. അപ്പോൾ നോറയുടെ വേണ്ടപ്പെട്ടവരവരുണ്ട്, നമുക്കറിയാലോ. ഹാഫിസ് ഏത് രീതിയിലാണ് ഹാഫിസ് ചിന്തിക്കുന്നതെന്ന് നമുക്ക് മുൻകാല ഈ പറയുന്ന സീസണുകൾ എടുത്ത് നോക്കിയാൽ വളരെ കൃത്യമായിട്ട് അറിയാം. അതിനെക്കുറിച്ച് അവിടെ സംസാരിക്കുന്നില്ല, പോട്ടെ. അപ്പോൾ ഇന്നലെ സിബിന്റെ മേലെ ആരോപിക്കപ്പെട്ട കുറ്റങ്ങളിൽ ഒന്നാണ് മറ്റൊന്നുമല്ല, ഈ പറയുന്ന ഡെൻ ടീമിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തീരുമാനിച്ചു എന്നുള്ളതാണ്. അതായത് മറ്റേ സ്കിറ്റുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ഡെന്നും ഈ പറയുന്ന ആരാണ് നമ്മുടെ പിന്നെ ജാസ്മിന്റെ ടീമിനാണ് ഇവർ വിജയമായി പ്രഖ്യാപിച്ചത്. അപ്പോൾ ഡെൻ ടീം, അതായത് നമ്മുടെ അപ്സര അടങ്ങുന്ന ഡെൻ ടീമാണ് ഏറ്റവും നന്നായിട്ട് എന്ത് ചെയ്തത്, പെർഫോമൻസ് ചെയ്തത്. നിങ്ങൾ മനഃപൂർവ്വം അവരെ തോൽപ്പിക്കാൻ ശ്രമിച്ചു, അതെന്തിനങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചു. അപ്പൊ നിങ്ങൾ അങ്ങനെ ഒരു പ്ലാൻ ഇട്ടില്ലേ എന്ന് പറയുമ്പോൾ സിബിൻ അതിന് മറുപടിയായിട്ട് പറയുന്നത്, നമ്മൾ അങ്ങനെ ഒരു പ്ലാൻ ഇട്ടെങ്കിൽ അവസാനം നമ്മൾ എന്ത് ചെയ്തു, ഫെയർ ആയിട്ടാണ് തീരുമാനിച്ചത് എന്നുള്ളത്. അപ്പൊ പറഞ്ഞു അങ്ങനെയാണോ, അങ്ങനെ പ്രേക്ഷകർ അങ്ങനെയല്ല പറയുന്നത് എന്നുള്ളത്. ഏത് കോണാത്തിലുള്ള പ്രേക്ഷകരാണെന്ന് എനിക്കറിയത്തില്ല. അത് പൊട്ട്. അടുത്തത്, നിങ്ങൾ എന്തിനാ അവരെ തോൽപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്നുള്ളതാണ് ലാലേട്ടൻ ചോദിച്ചത്. ഈ ബിഗ് ബോസ് തന്നെ പറയുന്നത് നിങ്ങൾ പവർ ടീമാണ്, നിങ്ങൾ വൈസായിട്ട് ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കണം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പവർ ടീമാണ്, എനിക്ക് അടുത്ത വട്ടം പവർ ടീമിൽ കയറണം എന്നുള്ളത് കൊണ്ട് ഞാൻ ചിലപ്പോൾ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. അല്ല, ഇത് നിങ്ങൾ തന്നെയാണല്ലോ പറയുന്നത്. എന്താ തീരുമാനിച്ചെന്താ കുഴപ്പം? പിന്നെ എന്തിനാണ് ഈ പവർ ടീം കൊടുത്തിരിക്കുന്നത്? ഇപ്പൊ അവിടെ ഈ സിബിൻ മാത്രമല്ലല്ലോ, സിബിൻ പവർ ടീമിൽ കയറിയപ്പോൾ മാത്രമല്ലല്ലോ ഇങ്ങനൊരു അഭിപ്രായം വന്നത്. ഇതിനു മുമ്പ് എത്രയോ പവർ ടീമുകൾ വന്നിട്ടുണ്ട്, എത്രയോ പേര് ഈ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് കോമ്പറ്റീറ്റർ ആണ്, നമ്മൾ കുറച്ചും കൂടി ശക്തരാണ്, അതുകൊണ്ട് അവരെ മാറ്റിയിട്ട് അവരെ ജയിപ്പിക്കുന്ന എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊന്നും പൊങ്ങാത്ത നാക്ക് ഇപ്പൊ എങ്ങനെ പൊങ്ങി? അപ്പോഴൊക്കെ വായിക്കാകത്ത പഴമായിരുന്നു, ഇപ്പൊ എങ്ങനെ പൊങ്ങി? അതൊരു കേസ്. രണ്ടാമത്തെ കേസ് ഈ പവർ ടീമിന്റെ പവറുമായി ബന്ധപ്പെട്ടതാണ്, അല്ലേ? പവർ ടീമിന്റെ പവറുമായി ബന്ധപ്പെട്ട് അവരൊരു പവർ കണ്ടെത്തുന്നു, അവരത് യൂട്ടിലൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഈ പവർ ടീമിന് അങ്ങനെ ഒരു പവർ ഉണ്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഇവരത് കണ്ടുപിടിക്കുന്നു. അതിനൊരു അപ്രിസിയേഷൻ ഒന്നും ഞാൻ അവിടെ കണ്ടില്ല. മനസ്സിലായി? ആരും കണ്ടുപിടിക്കാത്ത ഒരു പവർ അവർ കണ്ടുപിടിക്കുന്നു. അപ്രിഷിയേറ്റ് ചെയ്യുന്നതിന് പകരം അവരെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത്. നിങ്ങൾ എന്തിനാ അവിടെനകത്ത് കയറിയിരുന്ന്? അപ്പം എനിക്ക് ആ ലോജിക്ക് മനസ്സിലായോ? നിങ്ങൾ അങ്ങനെ ഒരു പവർ കണ്ടുപിടിച്ച് സത്യം ശരിയാണ്, ഓക്കെ. അപ്പൊ അവർക്ക് അവിടെയും ഒരു കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നു. അതുമല്ല, വളരെ കാഷ്വലായിട്ട് പറഞ്ഞ മറ്റേ കാലുവാര തൂക്കി അടിക്കുമെന്നുള്ള സാധനം, അതിന്റെ ഈ പറയുന്ന എന്താണ്, ഈ പറയുന്ന വീഡിയോ വരെ എടുത്തിട്ടുകൊണ്ട് അവിടെയും സിബിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ എല്ലാത്തിന്റെയും സൂത്രധാരൻ ആരാണ്? ഈ പറയുന്ന സിബിനാണ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നു, വരുത്തി തീർക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നലെ കാണിച്ച ജസ്റ്ററും എന്തോ വലിയ ഒരു മഹാ അപരാധമാണെന്നുള്ള രീതിയിൽ എടുത്തു പൊക്കി പിടിക്കുന്നു. ഇതിന് മുൻകാലങ്ങളിലുള്ള എപ്പിസോഡുകളിലായിക്കോട്ടെ, പിന്നീട് നമ്മുടെ സീസണുകളിലായിക്കോട്ടെ, ഇതിനും വൾഗറായിട്ട് ഒരുപാട് പേര് പലതവണ ആവർത്തിച്ച് കാണിച്ച ഒരു ജസ്റ്റർ ഈ പ്രാവശ്യം മാത്രം എന്തുകൊണ്ട് ഇത്രയും വലിയൊരു വിവാദമാകുന്നു, ഇത്രയും വലിയൊരു വിഷയമാകുന്നു എന്നുള്ളതാണ് എന്റെ ചോദ്യം. അപ്പൊ അവിടെയും ഈ പറയുന്ന സിബിനെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്തുകൊണ്ട്
മനഃപൂർവ്വം അവന്റെ മേലിൽ അടിച്ചേൽപ്പിച്ച് അവനെ എങ്ങനെയെങ്കിലും പവർ ടീമിൽ നിന്ന് പുറത്താക്കണം എന്നുള്ളതാണ് അവരുടെ അജണ്ട. അങ്ങനെ അവനെ കൃത്യമായിട്ട് പവർ ടീമിൽ നിന്ന് പുറത്താക്കുന്നു. എനിക്ക് പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ, ഈ കാണിച്ച ജസ്റ്റർ കഴിഞ്ഞ മുൻകാലങ്ങളിൽ കാണിച്ചിട്ടുണ്ട്, ഇപ്പോഴും കാണിച്ചിട്ട് ഇനി കാണിക്കുകയും ചെയ്യും. ഇനി കാണിക്കുമ്പോഴും ഇതേ ചേതോ വികാരം തന്നെ ആകണം നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. അതായത് മുടിയൻ അവിടെ നിന്ന് എണീറ്റ് കൊണ്ട് വളരെ കൃത്യമായിട്ട് പറയും, ഇതിനെക്കാട്ടി മോശകരമായ ജസ്റ്റർ കാണിച്ചിട്ടുണ്ട്, മോശകരമായ വേർഡുകൾ, മോശകരമായ പ്രവർത്തികൾ ഒക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അത് ആർക്കും അപ്പോഴൊന്നും ഒരു പ്രശ്നമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ലാലേട്ടന് ഒരു സത്യം പറഞ്ഞാൽ അവിടെ ഉത്തരം മുട്ടുന്നുണ്ട്. ലാലേട്ടൻ അത് പവർ ടീമിലുള്ളവൻ കാണിച്ചാൽ മാത്രമേ ഇങ്ങനെ ഇത് തെറ്റായിട്ടുള്ളൂ, അല്ലാത്തവർക്ക് കാണിക്കാം. പവർ ടീമിലുള്ളവൻ കാണിച്ചാൽ തെറ്റ്, അല്ലാത്തവന് എന്ത് കോപ്രായം കാണിക്കാം, വേണമെങ്കിൽ തുണിയില്ലാതെ അവിടെ കിടന്ന് അഴിഞ്ഞാടാം, എന്നാലും വിഷയമില്ല. അപ്പൊ പവർ ടീമിൽ കാണിച്ചാൽ മാത്രമേ ഈ ഒരു ജസ്റ്റർക്ക് പിന്നീട് ഈ പറയുന്ന പുറത്ത് സമൂഹങ്ങൾ കാണുള്ളൂ, പുറത്ത് കുടുംബ സദസ്സുകൾ കാണുന്നത് ഒക്കെ ഈ പവർ ടീം കാണിച്ചാൽ മാത്രമേ കാണൂ. മറ്റുള്ളതൊന്നും അത് പവർ ടീമിലല്ല, അവനെന്ത് പിന്നീട് തോന്നിയാസം കാണിക്കുക എന്നുള്ളത്. അപ്പം ആ രീതിയിലുള്ള ലോജിക് ഇല്ലായ്മ ഇന്നലെ ആ ഒരു രീതിയിലാണ് ലാലേട്ടൻ സംസാരിച്ചത്. അതെനിക്ക് ഒട്ടും ഒരു ലോജിക്കായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, മനസ്സിലായോ? പിന്നെ ആ ജസ്റ്റർ കാണിക്കേണ്ടതായിട്ട് വന്ന സാഹചര്യം, അതിന് മുമ്പ് നടന്ന സംഭവങ്ങൾ, അതിന് ശേഷം നടന്ന സംഭവങ്ങൾ, അതെല്ലാം ലാലേട്ടൻ പറയണ്ടേ? അതൊക്കെ പറയണമല്ലോ. ഈ പറഞ്ഞ ജാസ്മിൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഒരു ജസ്റ്റാണ് എന്തെല്ലാം രീതിയിൽ അപമാനിച്ച് ഇവിടെ ക്വാളിറ്റി ഇല്ലാത്തവനെന്ന് പറഞ്ഞത്. ക്വാളിറ്റി ഇല്ലാത്തവനെന്ന് പറഞ്ഞത് വലിയ തെറ്റാണ്. അവിടെ ഇരിക്കുന്ന എല്ലാം ക്വാളിറ്റി ഇല്ലാത്തതാണ്. ഈ ജാസ്മിൻ എന്ത് ക്വാളിറ്റി ഉള്ളത്? തള്ളക്കി വിളിക്കാനല്ലാതെ ഒരു വൃത്തിയില്ല, കുളിക്കത്തില്ല, തനയ്ക്കത്തില്ല, ആ നാക്ക് തുറന്ന നമുക്ക് സഭ്യമല്ലാത്ത ഭാഷയാണ് അവർ സംസാരിക്കുന്നത്. ഈ പറഞ്ഞ ജയിലിനകത്ത് കിടന്ന് പറഞ്ഞ ഈ പറഞ്ഞ സൊട്ടയെന്ന് പറയാം, ഉളുപ്പില്ലാത്തവനെന്ന് പറയാം, നാറി എന്ന് പറയാം, തന്തയില്ലാത്തവനെന്ന് പറയാം. അതൊക്കെ ക്വാളിറ്റി ഉള്ളതാണോ? അതൊക്കെ കാണിച്ചത് ക്വാളിറ്റി ഉള്ളതാണ്. ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞത് മാത്രമാണ് ഇവിടെ ഏറ്റവും വലിയ ഒരു പ്രശ്നമായിരിക്കുന്നത്. ആയിട്ട് പറഞ്ഞ് ഇത് ക്വാളിറ്റി ഇല്ലാതെ, സത്യം പറഞ്ഞാൽ ഇപ്പം ക്വാളിറ്റി ഇല്ലാത്ത പോലെ തന്നെയാണ് പോകുന്നത്. സത്യം തന്നെയാണ്. അവിടെ ഇങ്ങനെ ഓരോ കൊണ്ടത്, പ്രത്യേകിച്ച് ജാസ്മിനും ആ ഗബ്രിയും പറയുന്ന വാക്കുകൾ നമുക്ക് കേട്ടുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഗബ്രി എന്തെല്ലാം പറയുന്നു, ഉതിരും ഉളുപ്പില്ലാത്തവനെ നാറി, മറ്റതേ മറച്ചവനെ മണ്ട കുണ്ട എന്ന് പറഞ്ഞിട്ട് എന്തെല്ലാം പിന്നെ ആക്ഷേപങ്ങൾ വിളിച്ചു പറയുന്നു ജിൻഡേന്. ഈ പറയുന്ന ജാസ്മിന് ജയിലിൽ കിടന്നുകൊണ്ട് എന്തെല്ലാം വിളിച്ചു പറഞ്ഞു, സൊട്ടയെന്നും കൊട്ടയെന്നും എന്തൊക്കെ നാണമുണ്ടാടാ, മാനമുണ്ടാടാ, മറ്റവനെ മറിച്ചവനെ എന്നും പറഞ്ഞ് എന്ത് ഒരു ചന്ത വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നു. എന്തെല്ലാം പറഞ്ഞു, ഏതൊക്കെ രീതിയിൽ വിളിച്ചു കൂവി. ആ ഒരു സംസാരം കേട്ട് എത്ര പേർക്ക് ഇറിറ്റേഷനായി. അവിടെ നിൽക്കുന്ന ഈ പറഞ്ഞ ശ്രീലേഖ വരെ ഇതെന്താ ഈ കൊച്ചി ഇങ്ങനെ ഒരു നിലവാരവും ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്നു. അതൊക്കെ പറഞ്ഞു. അതുകൊണ്ട് എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല? അതിനി ചോദ്യം ചെയ്യോ ഇല്ലെന്നറിയത്തില്ല. അപ്പോൾ ഇന്നലെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സിബിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് വന്ന ഒരു എപ്പിസോഡാണ്. മൊത്തത്തിൽ ഒരു 4-5 ഇൻസിഡന്റ് ഉണ്ടായി. അതിലെല്ലാം സിബിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് കൊണ്ടുവരും. ഒരു ലോജിക്ക് ഇല്ലാത്ത, ഒരു നിലപാടില്ലാത്ത ഒരു സമീപനമായിരുന്നു ഇന്നലെ ലാലേട്ടന്റെ. ഒരൊറ്റ നിലപാടെന്ന് പറഞ്ഞ സാധനം ലാലേട്ടൻ ഇന്നലെ. കാരണം മുൻകാലങ്ങളിൽ എന്താണോ പറഞ്ഞത് അതിന് വിരുദ്ധമായിട്ടാണ് ഇന്നലത്തെ എപ്പിസോഡിൽ ഉണ്ടായത്. ഏത് കാര്യമായിക്കോട്ടെ, ക്രിയേറ്റീവ് ആയിട്ടുള്ള പണിഷ്മെന്റ് കൊടുക്കുന്നു എന്ന് പറയുന്ന കാര്യത്തിലായിക്കോട്ടെ, അവിടെ എന്ത് ചെയ്തു? അപ്പോൾ അവർക്ക് ക്രിയേറ്റിവിറ്റി ഒന്നുമില്ല. അപ്പൊ നോറ നിങ്ങളുടെ ആരാണ്? വളർത്തിയ മോളോ? നോറ നിങ്ങളുടെ എന്തിനാ പിന്നെ ദത്തുപുത്രിയാണോ നോറ? എനിക്ക് മനസ്സിലായി. നോറയ്ക്ക് ഇത്രയും സ്പേസ്, ഈ നോറയ്ക്ക് ഈ പറയുന്ന സിബിന് ശിക്ഷ കൊടുക്കാൻ വേണ്ടി നിങ്ങൾ നോറയെ തിരഞ്ഞെടുക്കുന്നു എന്തിന്? അപ്പൊ ഇന്നലെ ഈ പറഞ്ഞ എലിമിനേഷനില് ആദ്യം നോറയെ നിങ്ങൾ സേഫ് ആക്കുന്നു എന്തിന്? ഇപ്പൊ നോറയ്ക്ക് ഇത്ര ബൂസ്റ്റ് കൊടുക്കുന്നു എന്തിനാണ്? മനസ്സിലായില്ല. അവളെ കൊല്ലാനാണോ വളർത്താനാണോ? എന്നാലും നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.